വിശദമായ വാർത്തയിലേക്ക്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഡാൻസ് ഹൌസ് സംഘം എത്തിയത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന്. ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് 9 പേരടങ്ങുന്ന സംഘം. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത്? അല്പസമയം മുൻപാണ് ഈ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നു എന്ന ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് അവിടെ ഡാൻസ് ഓഫ് സംഘം എത്തുന്നത്. ഏകദേശം 19 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന തന്നെ അവിടെ നടത്തുന്നുണ്ട്. എന്തായാലും വൈറ്റില കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. വളരെ കുറച്ച് അളവാണ് പിടികൂടിയിരിക്കുന്നത് എന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിവരിക്കുന്നതെല്ലാം അറിയാൻ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ എല്ലാം പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഹിൽ പാലസ് പോലീസാണ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കഞ്ചാവ് പിടിക്കുമ്പോൾ വേടൻ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള വേടൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലൂടെ തന്നെ ഒരുപാടധികം ആളുകളെ, അല്ലെങ്കിൽ ഒരുപാടധികം ആരാധകരെ നേടിയെടുത്ത ഒരു റാപ്പറും അതേപോലെ തന്നെ എഴുത്തുകാരനും ഒക്കെ തന്നെയാണ് ഈ വേടൻ. എന്തായാലും കുറച്ച് ദിവസം മുൻപ് തന്നെ നടന്ന ഒരു പരിപാടിയിലടക്കം ഈ വേടൻ പറയുന്ന ഒരു കാര്യമുണ്ടായി. ലഹരി ഉപയോഗിക്കരുത് എന്ന് തുടങ്ങുന്ന ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു റാപ്പ് സോങ് എല്ലാം തന്നെ ഈ വേടൻ എഴുതിയ ഈ ഒരു പാട്ടെല്ലാം തന്നെ വലിയ രീതിയിൽ വേടൻ തന്നെ ഒരു പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നതെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമൂഹത്തിന് ഒരിക്കലും ഒരു തെറ്റായ സന്ദേശം ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ നൽകുന്നു എന്നുള്ള രീതിയിലെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ്. തന്റെ കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും എല്ലാം അങ്ങനെ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് വേടൻ. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ആരാണ് ഇതിൽ ഇടനിലക്കാരൻ, അതുപോലെ തന്നെ ഇവരെല്ലാം എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം, സിനിമാ മേഖലയെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനിടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വേടനും ഇങ്ങനെ ഒരു കഞ്ചാവ് കേസിൽ എന്തായാലും പിടിയിലാവുന്നത്. സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് എല്ലാം തന്നെ കുറച്ച് മുൻപടക്കം ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമഗ്ര അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാട്ടുകാരനും അതുപോലെ എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള റാപ്പറായിട്ടുള്ള ഈ ഒരു വേടൻ പിടിയിലാവുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു ഫ്ളാറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു ഡാൻസ് ഓഫിന്റെ എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കാർത്തു, വിജിത, അതുപോലെ തന്നെ കുറഞ്ഞ അളവിലുള്ള കഞ്ചാവാണ് പിടികൂടിയത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്ന തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? തൊണ്ടിയോട് കൂടിയാണ് പിടികൂടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് വേടൻ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കഞ്ചാവിന്റെ അളവിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസ് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പുറത്ത് വിട്ടിട്ടില്ല. ഏകദേശം കുറഞ്ഞ അളവിലുള്ള കഞ്ചാവാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു അറസ്റ്റിലേക്കെല്ലാം കിടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നത് ഈ ഒരു സമയത്ത് പറയാൻ സംശയമാണ്. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അനുസരിച്ച് മാത്രമാണ് എന്തായിരിക്കും തുടർ നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8 or 9 പേര് അവിടെയുള്ള അവരുടെ സംഘങ്ങളായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇതിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എത്രത്തോളം കഞ്ചാവ് അവിടെ എത്തിയിട്ടുണ്ട്, ഇടനിലക്കാർ ആരൊക്കെയാണ്, വേറെ ആരിലേക്കെങ്കിലും ഇതെല്ലാം പടർന്നു കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. എല്ലാവരും ഇതിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. കാർത്തു, പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. ഡാൻസ് ഹൌസ് സംഘം എത്തിയത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. വിശദാംശങ്ങളുമായി വിജിതയാണ് ചേർന്നത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹാജരായി നടന്മാരായ ഷൈൻ ടോം